അതെ, ഇന്നാണ് 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 നമ്മുടെ ഭാഗ്യവാനെയും ഭാഗ്യവതിയെയും കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് ഇന്നാണ്. കേരള സംസ്ഥാനത്തിലെ 14 നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്നാണ് ഇന്നാണ് ഇന്നാണ്. ഒരിക്കൽ ഒരു തിരഞ്ഞെടുപ്പിൽ ഭാര്യയോടൊപ്പം വോട്ട് ചെയ്യാൻ പോയ ഭർത്താവിനോട് ഇത് നിങ്ങളുടെ ഭാര്യയല്ല, നിങ്ങളുടെ ഭാര്യ രാവിലെ വന്ന് വോട്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞ പോളിംഗ് ഓഫീസറുടെ കഥ കേട്ടിട്ടില്ലേ? ഇത് വലിയൊരു കുടുംബ കലഹത്തിലാണ് അവസാനിച്ചത്. അങ്ങനെ കലഹം തീർക്കാൻ ഒടുവിൽ കള്ള വോട്ട് ചെയ്ത ആളെ തന്നെ ഹാജരാക്കേണ്ടി വന്നു. അതാണ് കഥാന്ത്യം. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്: നമ്മുടെ വോട്ട് നമുക്ക് തന്നെ ചെയ്യണം. അതിന് നേരത്തും കാലത്തും പോളിംഗ് ബൂത്തിലേക്ക് പോവുക. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കും വോട്ട് ചെയ്യാൻ പോകാൻ. എനിക്കങ്ങ് ചേർത്തലയിലാണ് വോട്ട്. വീട്ടിൽ 87 വയസ്സായ അമ്മയും ഭാര്യയും കന്നി വോട്ടുകാരനായ മകനും ഞാൻ ചെന്നിട്ട് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുക. ഒരു കാലത്ത് ഇത് ജനാധിപത്യമല്ല പണാധിപത്യമാണ്, വോട്ട് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞവരൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല. നിങ്ങളുടെ ഫേസ്ബുക്ക് മെസ്സേജുകളും വാട്സപ്പ് മെസ്സേജുകളും വോട്ട് ചെയ്ത കഥകൾ കൊണ്ട് നിറയട്ടെ. എല്ലാ മെസ്സേജുകളും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാകട്ടെ. അപ്പോൾ പാർട്ടി ഏതുമാകട്ടെ, വോട്ട് നിർണായകമാണ്. വോട്ടിനെ അതിൻ്റെ പാട്ടിനും നോട്ടയ്ക്കുമൊക്കെ കൊടുത്ത് നമ്മുടെ അവസരം പാഴാക്കരുത്. തിരക്കഭിനയിച്ച് വോട്ട് പാഴാക്കിയാണ് നമ്മൾ ഇങ്ങനെ ആയത് എന്ന കാര്യം മറക്കണ്ട. അപ്പം ശരി, ഞാനും വോട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് പോളിംഗ് ബൂത്തിലെ ക്യൂവിൽ വെച്ച് കാണാം.